പത്തനംതിട്ടയിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി ജില്ലയുടെ വികസന കുതിപ്പിലെ മറ്റൊരു അധ്യായമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം പത്തനംതിട്ട കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ നടക്കുന്ന ആരോഗ്യം ആനന്ദ ഫെസ്റ്റ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ 52 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. B&C ബ്ലോക്കുകൾ നവീകരിച്ചു. ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി ഡോക്ടർമാരുടെ അധിക തസ്തികകൾ സൃഷ്ടിച്ചു. ജില്ലാ സ്റ്റേഡിയം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നു. ആധുനിക നിലവാരത്തിൽ ഭക്ഷ്യസുരക്ഷാ ലാബ് നിർമ്മിച്ചു. ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് യാഥാർത്ഥ്യമായി. പുതിയ കോടതി സമുച്ചയം നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുത്തു. മണ്ണ് പരിശോധന പൂർത്തിയായി. ഇലന്തൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു. നന്നുവക്കാട് നോർത്ത് പേഴുംകാട്ടിൽ 10.50 കോടി രൂപ മുടക്കിയാണ് ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മിക്കുന്നത്. 14,700 സ്ക്വയർ ഫീറ്റിലാണ് വിസ്തീർണം. 10 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും 50 ലക്ഷം രൂപ ആശുപത്രി ഉപകരണങ്ങൾക്കുമായാണ് ചെലവഴിക്കുന്നത്. ഈ ഒരു ആശുപത്രി, ഈ ഒരു ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് 30 ബെഡുള്ള ഒരു ആയുർവേദ ആശുപത്രി, ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ഉയരാനായിട്ട് പോവുകയാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് 10 കോടി 50 ലക്ഷം രൂപ, 10.5 കോടി രൂപയാണ് അനുവദിച്ചത്. ഇപ്പോഴും പല ഓഫീസുകൾ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഓഫീസുകൾ പോകാതെ പരമാവധി നോക്കി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അവിടെ പ്ലാനിങ്ങിൻ്റെ ഓഫീസ് കെട്ടിടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ കോടതി കോംപ്ലക്സിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു. 20 കോടി രൂപ അതിനു വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ച സ്ഥലം ഏറ്റെടുത്തു. ഭരണാനുമതിയായി നിർമ്മാണം, സോയിൽ ടെസ്റ്റ് കഴിഞ്ഞ് നിർമ്മാണം ആരംഭിക്കുന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ ജനറൽ ആശുപത്രി നമ്മൾ നോക്കുമ്പോൾ അവിടെ 52 കോടി രൂപയുടെ, അതിൻ്റെ B&C ബ്ലോക്ക് 7 കോടി രൂപയ്ക്കാണ് നമ്മൾ പുനർനിർമ്മിച്ചത്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിൻ്റെ ആദ്യ 2 നിലകളാണ്, ഗ്രൗണ്ടും 2 നിലകളുമാണ് നമ്മൾ ആദ്യം വിഭാവനം ചെയ്തത്. 3ാമത്തെ ഫ്ലോറിന് നമ്മൾ 3 കോടി പുതുതായിട്ട് അനുവദിച്ചതാണ്. ഫുഡ് സേഫ്റ്റിയുടെ ലാബ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. 14,700 സ്ക്വയർ ഫീറ്റാണ് വിസ്തൃതിയിലാണ് നന്നുവക്കാട് നോർത്ത് നമ്മൾ ഇത് നിർമ്മിക്കുന്നത്. ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ വാർഡ്, വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം, ആധുനിക രീതിയിലുള്ള കൺസൾട്ടേഷൻ റൂം, പഞ്ചകർമ്മ തിയേറ്റർ ഉണ്ടാകും, പേ വാർഡ് ഉണ്ടാകും, ലാബ്, എക്സ്റേ സൗകര്യം, മരുന്ന് വിതരണ കേന്ദ്രം, നഴ്സിംഗ് സ്റ്റേഷൻ, ചേഞ്ചിങ് റൂം, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ടോയ്ലറ്റ് സംവിധാനം, ലിഫ്റ്റ് ഉൾപ്പെടെയുള്ളവയാണ്. അപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ പത്തനംതിട്ടയിലെ ഈ 30 ബെഡുള്ള ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട നഗരസഭാ വാർഡ് കൗൺസിലർ അജിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെ മിനി പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സവിത അജയകുമാർ, നഗരസഭാ കൗൺസിലർമാരായ ആർ ജോൺസൺ, അമ്മിണി, അൻസിൽ അഹമ്മദ്, മുൻ MLA KC രാജഗോപാലൻ, ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S അഖില, ആയുഷ് മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ PR സജി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ശ്രീകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.